Praise God. Hallelujah. So something great has happened. Amen. Yes, Hallelujah. ഈ സമയം Johan and Sharon, we want to thank you for coming from Bangalore. ഈ ഒരു സമയത്ത് പല ദേശത്ത് നമ്മളെ മക്കളായിരുന്ന മക്കൾ ഒരുമിച്ച് കൂടി വന്നു. Thank you Stan for coming from Cochin. Thank you Vivek for joining us from Chennai. Thank you Joel and Grace for coming from Pondicherry and Pondicherry. Thank you Lindsay for coming from Cochin and Trivandrum. സ്തോത്രം. Hallelujah. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മക്കൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ദൈവം അവരെ ഈ ദിവസം കൊണ്ടുവന്നതിനായി കരമടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. നമ്മുടെ ദേവദാസന്മാർക്കായി, പാസ്റ്റർ സുമയ്ക്കായി, പാസ്റ്റർ ജെറൂനായി, എന്നോടൊപ്പം ഈ പാസ്റ്ററൽ ടീമിൽ പാസ്റ്റേഴ്സായി ഈ ദൈവത്തിന്റെ ദർശനത്തെ വഹിക്കുന്ന ടീമിലുള്ളവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. നമ്മുടെ ലീഡർഷിപ്പ് ടീമിലുള്ള എല്ലാവർക്കായി, ഷരിഷാനായി, സുരേഷനായി, സാബുഷാനായി, കുര്യനങ്കലിനായി, സഹോദരിമാർക്കായി, എല്ലാ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ മുൻനിരയിലും പുറയിലും മീഡിയയിലും റിസപ്ഷൻ ടേബിളും നമ്മുടെ എംഎസ് ടീമും ഈ ദൈവപ്രവൃത്തികൾക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. സഭാ മക്കൾക്കായി നന്ദി പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പല ഫേസുകൾ കഴിഞ്ഞ് ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാവുന്ന പോലെ ഏത് സ്തോത്രം ശുശ്രൂഷയ്ക്കും ഏത് സ്ഥാപനത്തിനും ഘട്ടങ്ങളുണ്ട്. There are phases in the life and in the ministry. ആദ്യം ദൈവം ഒരു കാര്യം ഉളവാക്കും, ഒരു കാര്യത്തെ ദൈവം ജനിപ്പിക്കുവാൻ തുടങ്ങും. That's called the pioneering phase. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ലെവലുകളാണ്, ഫേസുകളാണ്. അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ആദ്യത്തെ ഫേസ് ഒരു ശുശ്രൂഷകൻ ഒരു ശുശ്രൂഷ ആരംഭിക്കുകയാണ്, ഉളവാകുകയാണ്. ദാറ്റ്സ് ദ പയനിയറിംഗ് ഫേസ്. ഏറ്റവും ബുദ്ധിമുട്ടും പാടുള്ള ഒരു ഘട്ടമാണ് ആരംഭങ്ങൾ, പയനിയറിംഗ് ഫേസ്. ദൈവം ചെയ്യുന്ന എന്തിനേയും വിരോധിക്കുവാൻ, അതിനെ എതിർക്കുവാൻ, അതിനെ തകർക്കുവാൻ, അതിൻ്റെ ഡെസ്റ്റിനിയിലേക്ക് ലാക്കിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിനെ കട്ട് ചെയ്ത് കളയുവാൻ. മോശക്കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ മോശയെ കട്ട് ചെയ്ത് കളയുവാൻ. യേശുക്കുഞ്ഞ് ജനിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ജനിപ്പിക്കുന്ന ദൈവത്തിന്റെ ഡെസ്റ്റിനി ക്യാരി ചെയ്യുന്ന ഒരു കാര്യത്തെ ശത്രു എപ്പോഴും, പിശാച് എപ്പോഴും ഭയപ്പെടുന്നു, എതിർക്കുന്നു. അതിനെ ജീവനോട് നശിപ്പിക്കുവാൻ അതിനെ ആരംഭത്തിൽ തന്നെ ശ്രമിക്കുന്നു. ഒരു ശുശ്രൂഷകൻ ഒരു ശുശ്രൂഷ അതിനെ ധാരണം ചെയ്ത് വിശ്വസ്തത പുലർത്തി ദൈവത്തിന്റെ ശബ്ദത്തിന് അനുസരണം കാട്ടി വിശ്വസ്തയോടെ താൻ നിൽക്കേണ്ട ഗ്രൗണ്ടിൽ താൻ നിൽക്കുമ്പോൾ അടുത്തൊരു ലെവലിലേക്ക് ദൈവം കാര്യങ്ങളെ തിരിക്കും. ആ ശുശ്രൂഷകനെയും ആ ശുശ്രൂഷയെയും ആ ചലനത്തെയും മൂവ്മെന്റിനെയും ആ സ്ഥാപനത്തെയും ഒക്കെ ദൈവം അങ്ങ് ഉറപ്പിക്കുവാൻ ഇടയായിത്തീരും. Then God begins to establish that man, that ministry, that man of God. അതിനെ കുലുക്കുവാൻ, ഇളക്കുവാൻ കഴിയാത്ത ആഴമായ വേരുകൾ ഇറങ്ങിയിരിക്കുന്ന ഒരു കാര്യമായി ദൈവം ഉറപ്പിക്കും, എസ്റ്റാബ്ലിഷ് ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ARC നമ്മോട് വിളിച്ചു പറയുന്നത്, പാസ്റ്റർ അജിത്തും പാസ്റ്റർമയും പാസ്റ്റർ ജെറുവും ഇവിടെയുള്ള ലീഡേഴ്സ് എല്ലാം പോയി കഴിഞ്ഞാലും ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇവിടെ ആരംഭിച്ചത് അത് നിലനിൽക്കുവാൻ ദൈവം ചിലത്, ഞങ്ങൾ മരിച്ചു പോയെങ്കിലും ഹല്ലേലൂയ, മരിക്കാത്ത ചില അടയാളങ്ങൾ ഇത് കാണുമ്പോൾ സ്തോത്രം, ഇവിടെ ഇങ്ങനെയുള്ള ദേവദാസന്മാരുണ്ടായിരുന്നു, അവർ ശുശ്രൂഷിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുണ്ടായിരുന്നു, ഞങ്ങളുടെ മാതാക്കന്മാരുണ്ടായിരുന്നു. അടുത്ത തലമുറകൾ സാക്ഷ്യം പറയുവാൻ God begins to establish that. ഹല്ലേലൂയ. ആർക്കും എടുത്തു കളയുവാൻ കഴിയാതെ, ആ സ്വന്തം ഓർമ്മകളെ മാറ്റിക്കളയുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം അതിനെ ഉറപ്പിക്കും. അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ യാത്രയിലും അങ്ങനെ ഒത്തിരി ഘട്ടങ്ങളുണ്ടായിരുന്നു. വളരും, കുറച്ച് കഴിയുമ്പോൾ വലിയ കൊടുങ്കാറ്റുകൾ, വലിയ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള പൈശാചിക കൊടുങ്കാറ്റുകൾ. ഒരു സമയം ഞാൻ ഓർക്കുന്നു, 2009 ദൈവസഭ ആരംഭിച്ചു വളരെ ശക്തമായി അല്ലേ. ഇന്നിപ്പം നമുക്കൊരു 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് ആരാധനകൾ 4:30-5 മണി വരെ പോകും. അന്ന് ശുശ്രൂഷയും വചനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം വന്ന് അഭിഷേകം പ്രാപിക്കുന്നു. അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുമോ? രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ 4:30-5 മണി ആകും. അത് കഴിഞ്ഞ് ഞങ്ങളിൽ ചിലർ പിന്നെയും ഔട്ട്റീച്ചിന് പോകുകയാണ്. ചെങ്ങന്നൂരിൽ അനേക സ്ഥലങ്ങളിലേക്ക്, അനേക ഭവനങ്ങളിലേക്ക് ആത്മാക്കളെ തപ്പിപ്പോകുകയാണ്. അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. ഭൂരിഭാഗം ജനവും പോകും, കുറച്ചുപേര് ഞങ്ങൾ കാണും. ഞങ്ങൾ ആരാധിച്ചും പ്രാർത്ഥിച്ചും ശുശ്രൂഷിച്ചും അഭിഷേകം പ്രാപിക്കേണ്ടവർ, പരിശുദ്ധാത്മാവിന്റെ ടച്ച് ആഗ്രഹിക്കുന്നവർ, വിഷയങ്ങളുള്ള പ്രശ്നങ്ങളുള്ളവർ അവരിവിടെ നിൽക്കും. നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. സഭ പെട്ടെന്ന് വളരുവാനിടയായിത്തീരും. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്ന് ആത്മാഭിഷേകം പ്രാപിച്ചു, ആത്മപകർച്ച പ്രാപിച്ചു. അതൊരു ചലനമായി തീർന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ. ശുശ്രൂഷകളിൽ, സഭാ ശുശ്രൂഷകളിൽ പെട്ടെന്ന് ഉണർവാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കത്തിപ്പടരുകയാണോ? തീ പോലെ ഇതെല്ലാം പടരുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ തീ പോലെ പടരുന്നതിൻ്റെ മധ്യത്തിൽ ഈ തീയെ അടയ്ക്കുവാൻ ഉള്ള വിഷയങ്ങൾ, ഒത്തിരി വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന വിഷയങ്ങൾ. അതിന് മധ്യത്തിൽ ഞാൻ എൻ്റെ ആത്മീയ പിതാവായ ഡാഡ് ആലന്, അന്ന് ഫോണും ഒത്തിരി ഒന്നും അത്രയും സൗകര്യങ്ങളില്ല, ഞാനൊരു ഇമെയിലൊരു മെസ്സേജ് അയച്ചു. ഡാഡ് ആലൻ, ഐ എം ഫേസിങ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻ ദ ചർച്ച്, ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. അവിടുന്ന് ഈ ദേവദാസൻ, സീസൺഡായ വെറ്ററനായിരിക്കുന്ന
വർഷങ്ങളുടെ പരിചയമുള്ള ഈ അപ്പോസ്തലൻ എഴുതുകയാണ്, son, don't worry. When God begins to do something, then the whole demonic world will try to come and try to and sit on you like a mountain. ദൈവത്തിന്റെ പ്രവൃത്തികൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനെ തടയുവാൻ പൈശാചിക മലകൾ, പൈശാചിക വിഷയങ്ങൾ മല പോലെ നിന്റെ മേൽ വന്നിരിക്കുന്നതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് അജിത്, don't be on the defensive, go on the offensive. Hallelujah. ഒരു മിലിറ്ററി കമാൻഡർ, ഒരു ജനറൽ ഫ്രണ്ട് ലൈനിൽ യുദ്ധം ചെയ്യുന്ന ഒരു പട്ടാള മേധാവിയോട് പറയുന്ന പോലെ ജനറൽ പറയുകയാണ്, നീ അതൊന്നും കണ്ട് ഭയപ്പെടേണ്ട, വെച്ച കാലം മുമ്പോട്ട് തന്നെ നീ വെക്കുക. Be on the offensive. Amen. Yes, Dad. Yes, I will do what you say. വീണ്ടും അരകെട്ടുന്ന പോലെ അരകെട്ടി വീണ്ടും ഹല്ലേലൂയ ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ വ്യത്യസ്ത നിലവാരങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം നമ്മളെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. കേരളത്തിലും ഭാരതത്തിലും അറിയപ്പെടുന്ന ഒരു ദൈവസഭയായി, ഉണർവുകൾക്ക് ആരംഭം കുറിക്കുന്ന, ഉണർവിനെ ഒരു സ്ഥലത്തെ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവസഭയായി, ശുശ്രൂഷകരായി കേരളവും ഭാരതവും തിരിച്ചറിയുവാൻ ഇടയായി ദൈവം നമ്മളെ ഉറപ്പിച്ചു. ദൈവം തന്നിരിക്കുന്ന ഈ ദൈവസഭയുടെ വലിയ ദർശനമാണ്, പ്രത്യേകിച്ച് ഭാരതത്തോടുള്ള ബന്ധത്തിൽ, രാജ്യങ്ങളോടുണ്ടെങ്കിലും ഭാരതത്തോടുള്ള ബന്ധത്തിൽ ദൈവ രാജ്യത്തിന്റെ സഭകളെ ഉളവാക്കുക. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ അനേക സ്ഥലങ്ങളിൽ കഴിഞ്ഞ 16 വർഷങ്ങളിൽ അനേക മക്കളെ എഴുന്നേൽപ്പിക്കുവാൻ, അനേക ദൈവസഭകളെ ഉളവാക്കുവാൻ, ദൈവരാജ്യത്തിന്റെ സത്യസുവിശേഷം കേട്ട് മനസ്സിലാക്കി അവരുടെ ജീവിതങ്ങളെ സമർപ്പിച്ച അനേക സഭകളെ, ആ സ്ഥലങ്ങളെ ദൈവരാജ്യത്തിന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു വലിയ ഉണർവിലേക്കും വലിയ ട്രാൻസ്ഫോർമേഷനിലേക്കും രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ 11-12 സ്റ്റേറ്റുകളിൽ ദൈവസഭകളെ, മിഷൻ പ്രവർത്തനങ്ങളെ, ഒരു അപ്പോസ്തോലിക സഭയുടെ, ഒരു അപ്പോസ്തോലന്റെ ഒരു മാർക്കാണ്. ഈ വ്യക്തി ഒരു അപ്പോസ്തലനാണോ, അതോ പേരുകൊണ്ട് ഒരു അപ്പോസ്തലനാണോ, അതോ വിളി കൊണ്ടും തന്റെ ജീവിതത്തിൽ അതിന്റെ ലക്ഷണങ്ങൾ, നമുക്ക് പേരുകൊണ്ട് അപ്പോസ്തലൻ അജിത്ത് എന്ന് പറയാം, that doesn't make anyone an apostle. Prophet so and so എന്ന് പറയാം, അത് ആ വ്യക്തിയെ പ്രവാചകനാക്കുകയില്ല. Pastor so and so ഒരു ടൈറ്റിൽ ഉള്ളത് കൊണ്ട് ആ വ്യക്തി പാസ്റ്റർ ആകണമെന്നില്ല. There are marks. ഒരു അപ്പോസ്തലന്റെ ഏറ്റവും വലിയ അടയാളമാണ് തനിക്ക് സഭകളെ, ശുശ്രൂഷകരെ ജനിപ്പിക്കുവാൻ കഴിയും. A mark of an apostle is that he can birth churches and he can birth ministers of God. ദൈവത്തിന്റെ ദർശനത്തിന് വേണ്ടി ടെറിട്ടറികളെ പിടിച്ചടക്കുവാൻ ദൈവസഭകളെ. അങ്ങനെ അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് ആരംഭങ്ങളിൽ തന്നെ ആദ്യം പാസ്റ്ററും കുറച്ചുപേരും ഒക്കെ തന്നെ ചെങ്ങന്നൂരിൽ തന്നെയായിരുന്നു കറക്കം മൊത്തം. ഒരു സമയം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷകർ എഴുന്നേറ്റു. ഇവിടെ പാസ്റ്റർ ആദ്യം ചെയ്തത് കുറെ പേരെ ലീഡർഷിപ്പിലേക്ക് ഉയർത്തി, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. പിന്നെ പാസ്റ്ററിന്റെ നീണ്ട മിഷണറി യാത്രകൾ തുടങ്ങി. ചിലപ്പോൾ 2 ആഴ്ചകൾ, 3 ആഴ്ചകൾ. സ്തോത്രം, ഹല്ലേലൂയ. സിലിഗുരിയിലും ആസാമിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി അവിടെ പ്രവർത്തിക്കുക, അവിടെ സഭകളെ ഉളവാക്കുക, അവിടെ ശുശ്രൂഷകരെ വാർത്തെടുക്കുക. പ്രൈസ് ഗോഡ്. അഖരവൊന്ന് ഉയർത്തി നമുക്ക് ദൈവത്തെ നന്ദി. ഹല്ലേലൂയ. So every minister, every ministry, every church, every movement, every organization goes through these phases. ഒരു പൈനറിംഗ് ഫേസിലൂടെ പോകും, പിന്നെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫേസ്, പിന്നെ അതിനെ ദൈവം വളർത്തുമാറാക്കുന്ന, പെരുകുമാറാക്കുന്ന, എക്സ്പാൻഡ് ചെയ്യുന്ന. ഹല്ലേലൂയ. അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് 16ാമത്തെ ഈ വർഷത്തിൽ ദൈവം നമ്മളെ പടർത്തുമാറാക്കുകയാണ്. ദൈവം നമ്മളെ നട്ടു. നമുക്കെന്ന് പറയാം, ദൈവം നമ്മളെ നട്ടു. ഈ സഭാ കുടുംബത്തിന്റെ സഭാമക്കളെ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട സത്യം. അതുകൊണ്ടാണ് പാസ്റ്റർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ദൈവം നമ്മളെ നട്ടു, ദൈവം നമ്മളെ ഉറപ്പിച്ചു, ദൈവം നമ്മളെ വളർത്തുമാറാക്കി. ഹല്ലേലൂയ. ദൈവം നമ്മളെ പടർത്തുന്ന ഒരു ഫേസ് ആണ്, ഒരു സീസണിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഒന്ന് പറയാം, God planted us, then God established us, and now God establishes, not God expands us by spreading us. ഹല്ലേലൂയ. ദൈവം നമ്മളെ നട്ടു, ദൈവം നമ്മളെ ഉറപ്പിച്ചു, ദൈവം നമ്മളെ വളർത്തുമാറാക്കി, ദൈവം നമ്മളെ പെരുകുമാറാക്കി. ഭൂമിയുടെ അറ്റത്തോളം ഭാരതത്തിലും ഭാരതത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ രാജ്യങ്ങളിലേക്കും അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ മിഷൻ എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ പണിയുകയാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. അതിനായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. 16 വർഷങ്ങൾ കഴിഞ്ഞു, 17ാമത്തെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് ചിലത് പറയുവാനുണ്ട്. നമ്മുടെ ആനിവേഴ്സറി ഡിസംബർ 20 ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ആനിവേഴ്സറിയോടുള്ള ബന്ധത്തിൽ, ഒരു പുതിയ വർഷത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ദൂതുകൾ ദൈവമുഖം അന്വേഷിക്കുകയും, ഒരു വർഷത്തേക്ക് ദൈവമേ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് ദിശയിലേക്കാണ് അങ്ങ് ഞങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകളും ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനേക വെളിപ്പാടുകളിൽ, അനേക മാൻഡേറ്റുകളിൽ അതിന്റെ ഏറ്റവും ഒരു പ്രധാന മാൻഡേറ്റ് ദൈവം നൽകും. അത് നമ്മുടെ കലണ്ടറിൽ തീം വേഴ്സ് ആയിട്ടും തീമായിട്ടും ഈ വർഷത്തിൽ നമ്മൾ 16 നിന്ന് 17 കയറുമ്പോൾ this is an year of kingdom dominion. ദൈവരാജ്യത്തിന്റെ വാഴ്ചയുടെ ഒരു വർഷമായി
2026, the Yes, 17th year, is an year of kingdom dominion. ദൈവരാജ്യത്തിന്റെ വാഴ്ച നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരുന്ന, നമ്മെ വളർത്തുന്ന, ഹല്ലേലൂയ, നമുക്ക് അഭിഷേകം തരുന്ന, നമ്മെ സ്തോത്രം നൈപുണ്യത്തോട് ഈ ഡൊമിനിയനിലേക്ക്, ദൈവരാജ്യത്തിന്റെ വാഴ്ചയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ. ഹല്ലേലൂയ. It's the year of kingdom dominion. Hallelujah. Amen. Amen. 16 വർഷം കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ആഘോഷിച്ചു. ഇന്ന് 17ാം വർഷത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. Now we have stepped into the 17th year. ഈ 17ാമത്തെ വർഷം ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ് ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ. ഒത്തിരി വർഷങ്ങളുടെ ഒരു ഒരുക്കം, ഒരു വലിയ പ്രവൃത്തി ദൈവം നമ്മളിൽ ചെയ്തിരിക്കുന്നു. 16 നിന്ന് 17ലേക്ക് നാം പ്രവേശിച്ച് ഈ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്തിരിക്കുന്നു. വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. Now I'm going to bring a major paradigm shift. ഞാൻ വലിയ ഒരു വ്യതിയാനം, ദൈവത്തിന് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന് നമ്മുടെ ഒരു നിലവാരത്തെ ഒരുക്കവും പക്വതയും വിശ്വസ്തതയും ദൈവം കാണുമ്പോഴാണ് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമ്മളെ കയറ്റുന്നത്. 17ാമത്തെ വർഷത്തിൽ the Lord says, and I prophesy that God is bringing into ALFC and everyone who is connected to ALFC a major paradigm shift. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി ഇങ്ങനെയായിരുന്നു ഈ സഭയായിരുന്നത് എന്ന് പോലും ചിന്തിക്കുവാൻ നാം ചിന്തിച്ചതിലും നാം ചോദിച്ചതിലും നാം നിனைച്ചതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളുടെ ഒരു കരപ്രവൃത്തി 17ാമത്തെ വർഷത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. God is going to bring a major paradigm shift. 430 വർഷം ജനം അടിമത്തത്തിലായിരുന്നു. എന്നും അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച ഒരു കാലമുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവം എന്തൊക്കെയോ ഒരുക്കുകയായിരുന്നു, എന്തൊക്കെയോ തയ്യാറാക്കുകയായിരുന്നു, എന്തൊക്കെയോ റെഡിയാക്കുകയായിരുന്നു. 400 കഴിയുന്നു, 410 കഴിയുന്നു, 420 കഴിയുന്നു, ചലനമൊന്നുമില്ലല്ലോ, ഞങ്ങളിങ്ങനെ ബന്ധനത്തിൽ തന്നെ ആയിരിക്കുമോ എന്ന് ചിന്തിച്ചതിന്റെ മധ്യത്തിൽ ഇതാ ദൈവത്തിന് ഒരു സമയമായി മോശേ മോശേ എന്ന് വിളിക്കുന്ന ഹോരേബിന്റെ പർവ്വതത്തിൽ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ, ഒരു മനുഷ്യനുണ്ടാകുകയാണ്. ചരിത്രം മാറുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക്. ഓ ഹല്ലേലൂയ. ഞാൻ ആരോടൊക്കെയോ പ്രവചിക്കുന്നു. I speak a major paradigm shift. 430 വർഷം അടിമകൾ, അടിമകൾ. പക്ഷെ ദൈവം എന്തോ നമ്മുടെ മധ്യത്തിൽ ചെയ്യുവാൻ പോകുകയാണ്. അതെല്ലാം ഒന്നും എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. But all that I heard, I said I'm bringing a major. നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന സ്റ്റൈലുകളിലെല്ലാം വ്യത്യസ്ത നിലവാരങ്ങൾ. നമ്മൾ ഒരു സ്റ്റൈലിലായിരുന്നു. But God is going to bring a major paradigm shift. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ പെട്ടകം, അത് 500ഉം 1000ഉം ആയിരങ്ങളിലേക്കൊക്കെ വിശാലമാകേണ്ടതിന് വേണ്ടി God is going to change us. ഇസ്രായേലിലായിരുന്നപ്പോൾ ഒരു സ്റ്റൈലായിരുന്നു, ഒരു രീതിയിലായിരുന്നു ദൈവത്തിന്റെ ജനം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ചെങ്കടൽ കടക്കുമ്പോൾ പഴയതെല്ലാം വിട്ട് 11 ദിവസമേ ഉള്ളൂ വാഗ്ദത്ത ദേശത്തേക്ക് കയറുവാൻ. പക്ഷെ 40 വർഷം എടുത്തു ചുറ്റി ഹല്ലേലൂയ. അവരൊന്ന് ഒരുങ്ങി ദൈവം അവരുടെ ഒരുക്കത്തിന്റെ ഒരു കാലം പൂർത്തിയായെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഹല്ലേലൂയ മോശ പറയുകയാണ്, മോശയ്ക്ക് അറിയാൻ കഴിഞ്ഞില്ല, പിന്നെ അത് യോശയ്ക്ക് കൈമാറി പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, എന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നയിക്കുവാൻ സമയമായി. യോശുവേ, നീ എഴുന്നേറ്റ് വാഗ്ദത്ത ദേശത്തിലേക്ക്, പാലും തേനും ഒഴുകുന്ന അത്ഭുതമായിരിക്കുന്ന കനാനിലേക്ക് പ്രവേശിക്കാൻ. എന്തോ നാം 16 നിന്ന് 17 ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ അടിമത്വങ്ങളെല്ലാം മാറി. ദൈവം നമുക്ക് വലിയ ചെയ്തിരിക്കുന്നു. 126 സങ്കീർത്തനം സ്തോത്രം ഇന്നലെ സംസാരിച്ചു. ഞാൻ വീണ്ടും ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. 126 സങ്കീർത്തനം. ഓരോ പ്രാവശ്യം യെരൂശലേമിലേക്ക് വന്ന് ആരോഹണ ഗീതങ്ങളാണ്. These are the psalms of ascent. അവിടെ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് വന്ന് ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്ന ആ സമയത്ത് അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സമയമാണ്. When the Lord turned again the captivity of Zion, we were like them that dream. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, യഹോവ സിയോന്റെ പ്രവാസികളെ, പ്രവാസത്തിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു, അന്യദേശത്തായിരുന്നു. വലിയ വാഗ്ദത്തമുണ്ട്, പക്ഷേ പ്രവാസത്തിൽ കിടക്കുകയായിരുന്നു, പ്രവാസത്തിൽ അവർ കഴിയുകയായിരുന്നു. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ച് ദൈവം ഒരു കാര്യം ചെയ്തു. പ്രവാസികളെ ദൈവം എന്ത് ചെയ്തു? ആ കരമൊക്കെ ഒന്ന് ഉയർത്തി പറയാം. പ്രവാസികളെ ഇത് ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിങ്ങളുടെ എത്ര വലിയ അടിമത്തമാണെങ്കിലും, എവിടൊക്കെ നിങ്ങൾ സ്റ്റക്കാണെങ്കിലും, ഈ വചനം പറയുന്ന പോലെ ഒരു സമയത്ത് ഞങ്ങൾ പ്രവാസത്തിലായിരുന്നു, ഒരു സമയത്ത് ഞങ്ങൾ അടിമത്തത്തിലായിരുന്നു, ഒരു സമയത്ത് വൈശാചിക നുകം ഞങ്ങളുടെ മേലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾക്ക് ഹല്ലേലൂയ അടിമത്തത്തിന്റെ കഥ പറയുവാൻ, സാക്ഷ്യം പറയുവാനല്ല. We have a different story to tell. We have a different testimony to say. ദൈവം വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്
പറയുവാൻ കാത്തിരിക്കുന്ന ഹല്ലേലൂയ ഒരു സാക്ഷ്യമല്ല. വിശ്വാസത്തിൽ ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നല്ല. ഞങ്ങൾ അടിമത്തത്തിലായിരുന്നു. അവർ ഞങ്ങളുടെ ദൈവമുഖം അന്വേഷിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. 430 വർഷം ഞങ്ങൾ അടിമത്തത്തിലായിരുന്നു. അതിന് മധ്യത്തിലേക്ക് ദൈവത്തിന്റെ വിടുതലിന്റെ കരം, രക്ഷയുടെ കരം, അടിമ നുഖങ്ങളെ തകർത്ത് ഞങ്ങളെ പുറത്തു വന്ന ദൈവത്തിന്റെ അത്ഭുത കരം. When the Lord turned again the captivity of Zion, we were like them that dream. വായിക്കാം. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഒരു സ്വപ്നമായിരുന്നേ. അടിമത്തത്തിൽ കിടക്കുകയാണ്. ചില സമയത്ത് ഹല്ലേലൂയ മിസ്രൈമിന്റെ അടിമത്തം, ചില സമയത്ത് ബാബിലോണിയ അടിമത്തം, ചില സമയത്ത് അസ്രിയ ദേശത്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ ഒക്കെയും സ്തോത്രം ഹല്ലേലൂയ അടിമത്തത്തിലായിരുമ്പോൾ നിരാശയാണ്, വിഷമാണ്, ഭയമാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെയൊക്കെ ദൈവം ചെയ്തെടുത്ത് ദൈവം പുറത്ത് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ അടിമത്തത്തില. പക്ഷെ ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് അത് ചെയ്യും, കർത്താവ് അത് ചെയ്യും, കർത്താവ് അത് ചെയ്യും. ഇത് കർത്താവിന്റെ വാക്തത്വമാണല്ലോ. കർത്താവ് നമ്മോട് പറഞ്ഞതാണല്ലോ. അവൻ വാക്ക് മാറാത്തവനാണല്ലോ. അവൻ വിശ്വസ്തനാണല്ലോ. അത് ദൈവം ചെയ്യും. ഹല്ലേലൂയ. ദൈവം അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ. രണ്ടാം വാക്യം. യെസ്. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിനോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ഫേസിലേക്ക് ദൈവം നമ്മളെ മാറ്റിയിരിക്കുക. സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ബഹുമാനത്തിന്റെയും ചിരിയുടെയും ആർപ്പിന്റെയും കണ്ണുനീരിന്റെയും ഇടർച്ചയുടെയും ഹല്ലേലൂയ വഴക്കിന്റെയും പൈശാചിക നുഖങ്ങളുടെ വിഷയങ്ങളാൽ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥകളെ, അടിമത്തത്തിന്റെ അവസ്ഥകളെ മാറ്റി എന്റെ ഹൃദയത്തിൽ ദൈവം ഇട്ടു തന്ന ഒരു പാട്ടാണ് ഹല്ലേലൂയ. ദൈവം വലിയവ ചെയ്യല്ലോ. ഹല്ലേലൂയ. 16ാമത്തെ ഈ വർഷത്തിൽ നാം നിന്ന് 17ലേക്ക് പ്രവേശിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. ദൈവം വലിയവ ചെയ്യുവാൻ പോകുന്നു എന്നല്ല. കഴിഞ്ഞ 16 വർഷങ്ങൾ ഈ ദൈവസഭയെ ദൈവം നിലനിർത്തിയത് ഓർത്താൽ, ദൈവം വളർത്തിയത് ഓർത്താൽ, ദൈവം പരിപാലിച്ചത് ഓർത്താൽ, ഇവിടെ ദൈവം ചെയ്ത ദൈവ പ്രവർത്തികൾ ഓർത്താൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ ഓർത്താൽ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഓർത്താൽ നമുക്കും ഈ സങ്കീർത്തനക്കാരോട് ചേർന്ന് നമുക്കൊന്ന് പാടുവാൻ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം. യെസ്. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ വായിൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് പറയാം ഹല്ലേലൂയ. അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് മക്കളെ ഹല്ലേലൂയ. 17ാം വർഷത്തിന്റെ പ്രത്യേകതയാണ് ഇറ്റ്സ് എ കംപ്ലീഷൻ. ബിബ്ലിക്കൽ ഭാഷയിൽ ന്യൂമറോളജിയിൽ ഓരോ അക്കത്തിനും ഭയങ്കര അർത്ഥമാണ്. 17 വർഷത്തിന്റെ അക്കം. അതുകൊണ്ടാണ് അരാരാത്ത് പർവ്വതത്തിൽ ഉൽപ്പത്തി പുസ്തകം 8ാം അധ്യായം അതിന്റെ 4ാം വാക്യത്തിൽ 17ാമത്തെ ദിവസം 17ാമത്തെ ദിവസം ഹല്ലേലൂയ 7ാം മാസം 17 ഒന്ന് പറയാം 17 നിസാൻ മാസം 17. നിസാൻ മാസം എന്ന് പറഞ്ഞാൽ എബ്രായ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് 17. ഈ 17 എന്ന് പറഞ്ഞ അക്കം ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. ഹല്ലേലൂയ. 17ാമത്തെ ദിവസമാണ് യേശു സ്തോത്രം പെസഹ കുഞ്ഞാട് മരിച്ചു, അടക്കപ്പെട്ടു. 17ാമത്തെ ദിവസം ഉയർത്തെണ്ണീറ്റു. ഹാമാൻ പദ്ധതി മെനയുകയാണ്. എസ്തറിനെയും യഹൂദന്മാരെയും പൂർണ്ണമായി നിസാൻ 13, 14 ആ സമയങ്ങളിൽ പ്രസ്താവന എല്ലാ യഹൂദരെയും കൊന്നുകളയണം. പക്ഷെ നിസാൻ 17 ദൈവം ടേബിളുകളെ ടേൺ ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കളെ യഹൂദരെ നശിപ്പിക്കുവാൻ, അവരെ ഇല്ലായ്മയാക്കുവാൻ, ടോട്ടലി വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള പൈശാചിക പദ്ധതികളെ മറച്ചു കളയുന്ന, തിരിച്ചു കളയുന്ന ഒരു ദൈവ പ്രവൃത്തി. നിസാൻ 17 എസ്തറിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടാക്കി അഹസ്വേരോസ് രാജാവ് ഹാമാന്റെ പദ്ധതികളെ തിരിച്ച് കളയുന്ന a divine turnaround. 17 speaks about divine completion. It speaks about a complete and a total victory over all our enemies. നമ്മുടെ എല്ലാ ശത്രുക്കളുടെ മീതെ അല്പജയമല്ല, പൂർണ്ണജയം. 17 എന്ന് പറയുമ്പോൾ പൂർണ്ണജയം. It's a number that speaks about total and complete victory. പൂർണ്ണജയത്തിലേക്ക് ന്യായവിധിയുടെ വെള്ളം പൊങ്ങി. ദൈവത്തെ വിരോധിച്ചവർ, ദൈവത്തിന്റെ വചനം കേൾക്കാത്തവർ, ദൈവത്തിന്റെ വിഷനോടും ദർശനത്തോടും ദൈവത്തിന്റെ പെട്ടകത്തിൽ കയറാത്തവർ നശിച്ചുപോയി. പക്ഷെ അത് വിശ്വസിച്ചവർ, പെട്ടകത്തിലേക്ക് കയറിയവർ, ആ വചനം കൈക്കൊണ്ടവർ, അത് വിശ്വസിച്ചവർ സ്തോത്രം ഹല്ലേലൂയ. 7ാം മാസം 17ാം ദിവസം ആരാധനത്തിൽ ദൈവം ആ പെട്ടകത്തെ ഉറപ്പിച്ചു. ഈ വർഷം കർത്താവിൽ നമ്മൾ വിശ്വസിക്കുക, ആ പെട്ടകം ഈ കുന്നൽ, സിയോൻ കുന്നൽ അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് ഒരു 100 വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം ഇവിടെ ചെയ്തത് എന്നും ഓർക്കുവാൻ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ഈ ദർശനം വഹിക്കുന്ന അടുത്ത തലമുറകൾക്ക് വിളിച്ചു പറയുവാൻ ചിലത് കർത്താവ് ഒരു പെർമനന്റ് ആയി ചെയ്യുകയാണ്. Praise God. രണ്ടാമത്തെ വാക്യം. യെസ്. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ഒന്ന് പറയാം. അന്ന് ഞങ്ങളുടെ വായിൽ എന്തായിരുന്നു? അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. Our mouths were filled with laughter and our tongue with singing.
ചിരി. And then said they among the heathen, the Lord has done great things for them. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ, God has done great things. അക്ഷരങ്ങളൊന്നും ഉയർത്തി പറയാം. God has done great things. ദൈവം വലിയവ ചെയ്തല്ലോ. നമുക്ക് വായിക്കാം. Yes. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. അന്ന് ജാതികളുടെ ഇടയിൽ പറഞ്ഞു. ഹല്ലേലൂയ. അവരുടെ വായിൽ ചിരിയും. അവരുടെ വായിൽ, എല്ലാവരും ഒന്ന് പറയണേ, ഏറ്റു പറയണം, അവരുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് നോക്കി പ്രവചിക്കുന്നു, നിങ്ങളുടെ കണ്ണുനീരിന്റെയും അടിമത്തത്തിന്റെയും ആ സീസണുകൾ കഴിഞ്ഞു, അടുത്ത സീസൺ ആരംഭിച്ചു. ആരെങ്കിലും അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ വ്യാപരിക്കുന്ന ഈ ദൈവത്തിന്റെ കൃപയും അഭിഷേകം ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു. ഹല്ലേലൂയ. അടിമത്തമാണെങ്കിൽ today that captivity is breaking. നിങ്ങൾക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ, ഞങ്ങളുടെ വായിൽ ചിരി വരുമെന്നല്ല, ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ദൈവം വലിയ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ. The Lord has done great things. ഏത് തരം അടിമത്വമാണെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് നമ്മളെ അപ്പുറം കടത്തി. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയാണ്, ഒത്തിരി എതിർപ്പുകൾ, ഒത്തിരി തടസ്സങ്ങൾ, അകത്തും പുറത്തും വ്യത്യസ്ത നിലവാരങ്ങളിൽ നിന്ന് മാനസികമായും ആത്മീയമായും ഭൗതികമായും ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി ലിമിറ്റേഷനുകൾ, ഒത്തിരി നുഖങ്ങൾ. പക്ഷേ ഇന്നലെ നമ്മൾ അവിടെ പോയപ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. നമ്മൾ സ്വപ്നം കണ്ടു, ഇത് വളരും, ഇതിനെ ദൈവം അനുഗ്രഹിക്കും, ഇതിനെ വളർത്തുമാറാക്കും, നമ്മൾ നിലയം പരിചയമായി പോകുകയില്ല, ഇത് അണഞ്ഞു പോകുകയില്ല, ഇത് കത്തി ഹല്ലേലൂയ, ഇത് വളർന്ന് ഇത് ഉയർന്ന് തന്നെ വരും. ഹല്ലേലൂയ. ഇത് യേശുവിന് ഊരിനെ മാത്രമല്ല, ഇത് രാജ്യങ്ങളെ കത്തിക്കും. ഹല്ലേലൂയ. ദേശങ്ങളെ കത്തിക്കും. ഇത് ഭാരത്തെ കത്തിക്കും. ഭാരതത്തിൽ വലിയ ഉണർവിന് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കുമെന്നല്ല, നമ്മെ ഉപയോഗിക്കും. അതുകൊണ്ട് നീക്കിക്കളഞ്ഞു, ഉരുട്ടിക്കളഞ്ഞു. അടിമത്വത്തിന്റെയും ഇടർച്ചയുടെയും തടസ്സത്തിന്റെയും ആ കല്ല് മാറ്റിയിരിക്കുന്നു. പാസ്റ്റർ എപ്പോഴും പറയുന്ന പോലെ, ഒത്തിരി ഒന്നും നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിലും സാരമില്ല, പാസ്റ്റർ പറയുന്നത് ദൈവത്തിന്റെ ഒരു വഴിയാണ്. നിങ്ങളെ പാസ്റ്ററെ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ഈ ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ, ലീഡർഷിപ്പ് ടീമിലും എല്ലാവരും, ശുശ്രൂഷമാരെല്ലാവരും, that's the way of God. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ആത്മപകർച്ചയോടെ പെട്ടെന്ന് 2025 നിന്ന് 26, 16 നിന്ന് 17 പോകുമ്പോൾ ഒരു മേജർ പാരഡൈം ഷിഫ്റ്റ് മാത്രമല്ല, ബെസേക്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു. തിരുവല്ലയിൽ നമ്മൾ ബ്ലസ് തിരുവല്ല മീറ്റിംഗിൽ ഹല്ലേലൂയ വന്നവർക്ക് നിങ്ങൾ കേട്ടു, അതിന്റെ വെളിപ്പാടുകൾ കേട്ടു. ബെസേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസേക്ക്, ആ വാക്യം നോക്ക്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ പെട്ടെന്ന്. ഹല്ലേലൂയ. ബെസേക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ എബ്രായ അർത്ഥം എന്താണ്? സ്പീഡ്. ഹല്ലേലൂയ. വേഗത. വെറും സ്പീഡല്ല, മിന്നൽ പിണര് പോലെയുള്ള. ഹല്ലേലൂയ. ഇറ്റ്സ് എ ലൈറ്റനിങ് സ്പീഡ്. നമുക്കെല്ലാം താമസിച്ച നമുക്ക് പരിചയം ഇല്ലേ? ടൈമിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഒരു അത്ഭുതം ARCയിൽ നടന്നു. 4 മണി 5 മണി അങ്ങനെ പറയുമ്പോഴേ നമുക്കറിയാം, ഒരു 8 മണി 9 മണിയെങ്കിലും ആകും. സാധാരണ രീതിയിൽ അങ്ങനെയല്ലേ? ഒരു കോൺക്രീറ്റ് നടക്കുമ്പോൾ 4 മണി ഏകദേശം കഴിയും, 5 മണിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ 7 മണി 8 മണിയാകും. പക്ഷെ ഒരു അത്ഭുതം അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഒരു 12-12:30 ആയപ്പോൾ തന്നെ 90% വർക്കും തീർന്നു. It was a sign. അത് വ്യത്യസ്ത കാരണമുണ്ടായിരുന്നു. വന്ന് പ്രവർത്തിച്ച ടീം ഭയങ്കര ഫാസ്റ്റായി പ്രവർത്തിക്കുന്ന, ഒരു ആശയക്കുഴപ്പമില്ല. ഹല്ലേലൂയ. നോക്കി നിൽക്കുമ്പോൾ yes you can play, അത് പ്ലേ ചെയ്യാം, നമുക്ക് കാണാം. ഇതൊരു അടയാളമാണ്. This is a prophetic sign. ഇത് നമുക്ക് ഒരു അടയാളമാണ്. ദൈവത്തിന് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്. പെട്ടെന്ന് ഒന്ന് പറയാം, എല്ലാവരും പറയാം, പെട്ടെന്ന്. എല്ലാവരും ഹല്ലേലൂയ. പെന്തക്കോസ്ത് ദിവസമായപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒരുമിനപ്പെട്ടു. പെട്ടെന്ന് അവരുടെ ഇടയിൽ പെട്ടെന്ന്, അതെ, ഹൃദയങ്ങൾ ഒരുമിക്കുമ്പോൾ നാം ഐക്യപ്പെട്ട് ഒരു ടീമായി. This was an extraordinary. അവിടെ നിന്ന് എല്ലാവരും, അവിടെ പണി അറിയാവുന്ന ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് 2 ടീമാണ് ഇവർ വന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറവുകൾ നമുക്ക് മനസ്സിലായി. ആദ്യത്തെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മുടെ കോൺട്രാക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഒരു വിഷയം ഉണ്ടായി. അത് കാരണം താമസമുണ്ടായി. താമസങ്ങൾ ഉണ്ടാക്കും. തടസ്സങ്ങൾ എന്തെയും താമസങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഈ പ്രാവശ്യം
കഴിഞ്ഞ പ്രാവശ്യം തടസ്സമുണ്ടായത് തിരുവല്ലയില് പാസ്റ്റർ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അന്ന് പാസ്റ്റർ പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കോ, ഈ ദൈവം പെട്ടെന്ന് അല്ല, ലൈറ്റിംഗ് സ്പീഡിൽ ബെസേക്കിൽ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു. സമയത്ത് കാര്യങ്ങളെ തീർക്കുവാൻ കഴിയാത്ത നമ്മുടെ മടിയും നമ്മുടെ വിഷയങ്ങളും ഉണ്ടെങ്കിൽ സ്തോത്രം, നീ എത്ര ദൈവം ആഗ്രഹിച്ചാലും തടസ്സപ്പെട്ട് കിടക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുക, നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥതയുണ്ട്, നാം അധ്വാനിക്കുന്നുണ്ട്, നാം നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിച്ചു. പക്ഷെ അതിനപ്പുറമായി നാം പോലും അറിയാത്ത എന്തോ അദൃശ്യമായ, അമാനുഷികമായ, പൈശാചികമായ എന്തൊക്കെയോ തടസ്സങ്ങൾ, താമസങ്ങൾ നമ്മുടെ മുന്നേറ്റത്തെ, നമ്മുടെ ഉയർച്ചയെ, നമ്മുടെ വളർച്ചയെ, നമ്മുടെ പുരോഗമനത്തെ തടയുന്ന പൈശാചിക പ്രഭുക്കന്മാർ, demonic princes and principalities that try to stop the work of God. പക്ഷേ ഈ ദേവദാസൻ സ്തോത്രം ഹല്ലേലൂയ എന്ത് ചെയ്തു? അത് മുന്നമേ കണ്ടു. ആഴ്ചകൾ മുമ്പേ പ്ലാനിങ് നടത്തി കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണം പാസ്റ്ററെ. അതുകൊണ്ട് രജി പാസ്റ്റർ കാര്യങ്ങളെല്ലാം ചെയ്ത് ക്രമീകരിച്ചു എന്ന് പറഞ്ഞാലും സമയത്ത് തീരണമെന്നില്ല. അവന് ഭയങ്കര കോർഡിനേഷൻ. ആദ്യത്തെ നില വാർത്തപ്പോൾ ആൾക്കാർ തമ്മിൽ കശവിശയായിരുന്നു. അങ്ങോട്ട് ഷൗട്ടിങ്, ഇങ്ങോട്ട് വഴക്ക്. ഇവിടെ വന്ന ആൾക്കാർ അങ്ങനെയല്ല, ആരും നോക്കി നിൽക്കുന്നില്ല. ഓരോരുത്തർക്കും എന്താ ചെയ്യേണ്ടെന്ന് അവർക്കറിയാം. അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും. സൂപ്പർവൈസിന്റെ പുറത്ത് ആരും ഷൗട്ട് ചെയ്യുന്നത്, സൂപ്പർവൈസിന് ചെയ്യുന്ന ആൾക്കാരെയും സ്വത്രം ഒത്തിരി ദേഷ്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം വെൽ കോർഡിനേറ്റ് ആണ്. ആരെന്ത് ചെയ്യണം, ആർക്കാണ് എന്ത് സ്ഥാനം, എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, എല്ലാവരും അവരുടെ പൊസിഷൻ എടുത്തു. അക്കരം അടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു അത്ഭുതം വെളിപ്പെട്ടു. ഞാൻ അങ്ങനെ തിരിച്ചറിയുന്നത് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അടയാളമായി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. ഒരു സ്പീഡിൽ, പെട്ടെന്ന് ലൈറ്റിംഗ് സ്പീഡിൽ, ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പേ തന്നെ സ്വന്തം ഒരു 98% കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് ദൈവത്തെ നന്ദി പറയാം. താങ്ക് യു. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. The book of Judges chapter 1. Yes. 4-ാം വാക്യം തൊട്ട് സ്തോത്രം. യോശുവയുടെ മരണശേഷം നീ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളെ നയിക്കാൻ ആരുമില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോൾ അവർ ദൈവമുഖം അന്വേഷിച്ചു. സ്തോത്രം. യെസ്. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. അപ്പോൾ ആര് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം? ദൈവം വലിയ വലിയ വാഗ്ദത്തങ്ങളല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ, വാഗ്ദത്തിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക ശക്തികളെ, കനാന്യരെ, വാഗ്ദത്തത്തിന്മേൽ 10 പൈശാചിക പ്രഭുക്കന്മാരാണ് കുടിയേറി പാർത്തിരിക്കുന്നത്. വാഗ്ദത്തം നമുക്ക് ദൈവം തരുമ്പോഴും അതിന്റെ അർത്ഥം അത് യാദർശികമായി നമ്മുടെ കൈ വരണമെന്നില്ല. നമ്മുടെ വാഗ്ദത്തങ്ങളെ തടസ്സപ്പെടുത്തുന്ന, അവിടെ താമസങ്ങൾ കൊണ്ടുവരുന്ന, അതിന് വിരോധമായി പ്രവർത്തിക്കുന്ന, അവിടെ കുടിയേറി പാർക്കുന്ന കനാന്യരും യബൂസ്യരും പെരിസ്യരും വ്യത്യസ്ത കൂട്ടരും അവിടെയുണ്ട്. യെസ്. ആദ്യത്തെ വാക്യം, chapter 1 and 1. യോശുവയുടെ മരണം, എല്ലാവരും പറയും യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് യഹോവ കൽപ്പിച്ചു. വീണ്ടും 17-ാമത്തെ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ വായിൽ എന്താണ്? ചിരിയും, നമ്മുടെ നാവിൽ ആർപ്പും. നമ്മുടെ കലണ്ടറിൽ ഒരു ഇമേജ് ആണ് ഇവിടെ കാണുന്നത്. എന്തിന് ഇമേജ് ആണ്? It's the Lion of Judah. യഹൂദ ഗോത്രത്തിന്റെ സിംഹം. It's kingdom dominion, by kingdom power, by kingdom authority, by kingdom anointing. കാട്ടിന്റെ രാജാവ് ആരാണ്? സിംഹമാണ്. Lion is the king of the jungle. എന്ന് പറയാം kingdom dominion. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വചനത്തിന്റെ സത്യങ്ങളും അതിന്റെ ആഴങ്ങൾ ഒരു വർഷം മൊത്തവും സ്തോത്രം ഹല്ലേലൂയ അതിലേക്ക് നമ്മളെ ഒന്ന് വളർത്തിയെടുക്കുവാൻ, നൈപുണ്യം പ്രാപിക്കുവാൻ, അതിലേക്ക് പ്രവേശിക്കുവാൻ സ്തോത്രം നമ്മളെ പരിശീലിപ്പിക്കുന്ന നാളുകളായിരിക്കും. അപ്പോൾ ആര് പുറപ്പെടണം? യഹൂദ എന്ന് വെച്ചാൽ സ്തുതി, ആരാധന, ആർപ്പ്. വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന പ്രവൃത്തി എന്താണ്? What's the way to enter into the promises of God? What's the way to possess the promise? What's the way to see what God has promised? What's the way to revival? What's the way to breakthrough? What's the way to momentum? What's kingdom dominion? എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ നാം ആധിപത്യം സ്ഥാപിക്കുന്നത്? ദൈവരാജ്യത്തിന്റെ ആ ആധിപത്യം, ആ ഡൊമിനിയൻ സ്ഥാപിക്കുന്നത്, ആ വാഴ്ച നടത്തുന്നത് വായിൽ ചിരിയും നാവിലും. Judah means praise. നമ്മളെ അങ്ങ് മറക്കുകയാണ്. We are lifting up the King of Kings and the Lord of Lords. രാജാധിരാജനും ദൈവാധിദൈവനെയും നാം ഉയർത്തുകയാണ്, നാം വാഴ്ത്തുകയാണ്, നാം ആരാധിക്കും. ആര് പുറപ്പെടണം? എല്ലാവരും പറഞ്ഞേ യഹൂദ പുറപ്പെടട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവരങ്ങ് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ പുറപ്പെടും. യെസ്. നീ പെട്ടെന്ന് 5-ാമത്തെ വാക്യത്തിലേക്ക് വരും. അങ്ങനെ യഹൂദ പുറപ്പെടുകയാണ്. യെസ്. ബെസേക്കിൽ വെച്ച് അവർ അദോനി ബെസേക്കിനെ കണ്ടു. ബെസേക്കിൽ വെച്ച് അവിടെ അദോനി ബെസേക്കിനെ കണ്ടു. യെസ്.
അവനോട് യുദ്ധം ചെയ്തു, കനാന്യരെയും പെരിശ്യരെയും സംഹരിച്ചു. അവനോട് യുദ്ധം യഹൂദ എഴുന്നേറ്റു, ആർപ്പോടും ചിരിയോടും യൂദ പുറപ്പെട്ടു. യൂദയുടെ കൂടെ മറ്റു സഹോദരന്മാരും കൂടെ ചേർന്ന് ടീമായി അവര് പുറപ്പെട്ടു. ഹല്ലേലൂയ. നേരത്തെ പട്ടണങ്ങളെ പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു, പക്ഷെ ഇതാ ഒരു സ്പീഡ്. നേരത്തെ ചേർന്ന് പ്രവർത്തിക്കാൻ ഭയങ്കര വിഷയമായിരുന്നു, പക്ഷെ ഇതാ സ്തോത്രം, യഹൂദരും ഗോത്രപിതാക്കന്മാർ ഗോത്രങ്ങൾ പെട്ടെന്ന് അവർ ഒരുമനപ്പെടുകയാണ്. അവരൊരുമിച്ച് പോയി അവിടെ ഉണ്ടായിരിക്കുന്ന അഡോണി ബെസേക്ക് എന്ന് പറഞ്ഞ രാജാവിനെ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു, അവനെ തോപ്പിച്ചു. They slew the Canaanites, കനാന്യരെയും പെരിശ്യരെയും അവർ തോപ്പിച്ചു. യെസ്. എന്നാൽ അദോനി ബെസേക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്ന് പിടിച്ചു. അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു. 70 രാജാക്കന്മാർ എന്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നുവെന്ന് അദോനി ബെസേക്ക് പറഞ്ഞു. അദോനി ബെസേക്ക് രാജാവായിരുന്നു. താൻ എന്താ ചെയ്തത്? താൻ വലിയൊരു രാജാവായതുകൊണ്ട് മറ്റേ രാജ്യങ്ങൾ, ചുറ്റുമുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കി അവിടെ വാഴ്ച നടത്തി. അവിടുത്തെ രാജാക്കന്മാരുടെ പെരുവിരല് മുറിച്ചു കളഞ്ഞ് തന്റെ മേശയ്ക്ക് ചുറ്റും അവരെ അടിമത്വത്തിൽ അടിമകളാക്കി മൃഗങ്ങളെ പോലെ താൻ ട്രീറ്റ് ചെയ്യുന്ന ബെസേക്ക് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താ? സ്തോത്രം, എല്ലാവർക്കും വേഗത കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ പേര് കാണുമ്പോൾ സ്തോത്രം, ഇത് വേഗതയുടെ സ്ഥലമാണ്, ഇത് സ്പീഡിന്റെ സ്ഥലമാണ്, പെട്ടെന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ക്രൂരമായ ഒരു കനാന്യ രാജാവ് വാഴുകയാണ്. പറയുന്നതിന് ആ പേര് നേരെ വിപരീതമായ ഒരു സാഹചര്യമാണ്. പ്രഭുക്കന്മാർ, രാജാക്കന്മാർ പെരുവിരലില്ലാതെ മൃഗങ്ങളെ പോലെ ഒന്ന് എടുത്ത് കഴിക്കണമെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുക, ഒന്ന് ഓടണമെങ്കിൽ പെരുവിരലില്ലാത്തത് കൊണ്ട് സ്പീഡ് കട്ട് ചെയ്തിരിക്കുന്ന, ചിറകുകൾ കട്ടിയിരിക്കുന്ന ഒരു പക്ഷിയെ പോലെ. ആമേൻ. പക്ഷെ അവരുടെ മേൽ ദൈവത്തിന്റെ ഒരു കരം വെളിപ്പെട്ടു. ക്രൂരമായ കനാന്യ രാജാവ്, പൈശാചിക രാജാവായ ആ പ്രഭുവായ തടസ്സങ്ങളും താമസങ്ങളും കൊണ്ടുവന്ന ആ പൈശാചിക പ്രഭുവിന്റെ മേൽ ജൂഡ ന്യായം വിധിച്ചു, യഹൂദ ന്യായം വിധിച്ചു. അവന്റെ ശക്തികളെ നിർവീര്യമാക്കി, അവന്റെ പ്രഭുതേ, അവന്റെ വാഴ്ചയെ കട്ട് ചെയ്ത് കളഞ്ഞു. അദോനി ബെസേക്ക് പറയുകയാണ്, ഞാൻ അനേകരെ ഈ സ്ഥിതിയാക്കിയത് ഇപ്പോൾ എനിക്ക് ഈ സ്ഥിതി വന്നല്ലോ എന്ന്. ചെങ്ങന്നൂരിനെ, ഭാരതത്തിന്റെ ദൈവപ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്ന, ഇതുപോലെ ക്രൂരമായി പ്രവർത്തിക്കുന്ന പൈശാചിക അദോനി ബെസേക്കുകളെ ദൈവം കട്ട് ചെയ്യുന്ന സീസണുകളാണ്. അവിടെ ശക്തികളെ നിർവീര്യമാക്കുന്നതാണ്. അവിടെ പൈശാചിക അടിത്തറകളെ പറിച്ചെടുക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ 17ാമത്തെ വർഷത്തിൽ ഞാൻ പ്രവചിക്കുന്നു, ഹല്ലേലൂയ, നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ, നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ, നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ, നിങ്ങളൊന്ന് അലൈൻ ചെയ്താൽ, നിങ്ങളൊന്ന് ചേർന്ന് പ്രവർത്തിച്ചാൽ, നിങ്ങൾക്ക് പോലും അത്ഭുതമാകുന്ന രീതിയിൽ താമസങ്ങളും തടസ്സങ്ങളും മാറി ദൈവത്തിന്റെ സ്പീഡ് നിങ്ങളെ കയറി പിടിക്കും. വെറും സ്പീഡല്ല, മിന്നൽ പിന്നൽ പോലെ, ലൈറ്റിംഗ് സ്പീഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് 17ാം വർഷത്തിന്റെ പ്രത്യേകതയാണ് ദൈവം നമ്മളിൽ വലിയ പ്രവൃത്തി ചെയ്തു. ഹല്ലേലൂയ. ഞാനത് തിരിച്ചറിയുന്നു. സങ്കീർത്തനം 126 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Then was our mouth filled with laughter. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരിക്കുന്നു. യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ. ലൂക്കോസിന്റെ പുസ്തകം 1-ാം അധ്യായം 48-49 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. മറിയയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി നടന്നു. അവൾ എലിസബത്തിന്റെ അടുത്ത് പോയപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ ഉള്ള പുള്ള ആനന്ദം കൊണ്ട് ആത്മനിറവ് പ്രാപിച്ച്, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. 46-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. 45 കൂടെ വായിക്കാം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് തലമുറകൾ എന്നെ കുറിച്ച് പറയും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ, for he that is mighty had done to me great things and holy is his name. അതെ, ഈ 17ാമത്തെ വർഷത്തിൽ ദൈവം ചിലതെല്ലാം ഉറപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പാസ്റ്റർ സുമേലിൽ നിന്ന് കേട്ടു. ഹല്ലേലൂയ. 2026 പ്രത്യേകതയാണ്, ഉറപ്പിക്കുന്ന ഒരു വർഷമാണ്. ഉടമ്പടി ബന്ധത്തിൽ അനേകരെ ദൈവം കൂട്ടി ചേർത്ത് ഒരു ഗിദെയോന്റെ സൈന്യം പോലെ ഒരുമയുടെയും ഐക്യതയുടെയും ഉടമ്പടി ബന്ധത്തിൽ ദൈവം അനേകരെ, ഏത് ഗിദെയോനാണ്, ഏത് ഗിദെയോന്റെ സൈന്യമാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു
അപ്പം പോലെ പൊടിച്ച് ചേർത്തിരിക്കുന്ന ഒരു കൂട്ടം. This is a year where God is uniting us. കഴിഞ്ഞ നീണ്ട വർഷങ്ങളെടുത്തു ആ ഒരു സ്ഥലത്തേക്കും സ്ഥാനത്തേക്കും ദൈവസഭയെ ഒന്ന് കൊണ്ടുവരുവാൻ. പക്ഷെ ശുദ്ധീകരണത്തിലൂടെയും ദൈവത്തിന്റെ പ്രോസസ്സിലൂടെ ഒക്കെ ദൈവം നമ്മളെ കൊണ്ടുപോയി. ദൈവം നമ്മളെ പുറത്തെടുത്തു. അതുകൊണ്ട് മറിയ പറഞ്ഞതുപോലെ, He that is mighty has done to me great things and holy is his name. കുഞ്ഞ് വയറ്റിൽ ജനിച്ചതേ ഉള്ളൂ, യേശു കുഞ്ഞും കൊണ്ട് ജനിക്കുന്നേ ഉള്ളൂ. പക്ഷെ താൻ കൊണ്ടു നടക്കുന്നത് എന്താണെന്ന് മറിയ ഗ്രഹിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി വലിയ ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ കരം ഒന്ന് ഉയർത്തി നമുക്കൊന്ന് പറയാം. അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിനോട്, സഭാമക്കളെ, ശുശ്രൂഷന്മാരെ, ശക്തനായവൻ നമുക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ജാതികളുടെ മധ്യത്തിൽ നാം അത്ഭുത വിഷയമാകുവാൻ, നമ്മുടെ നിന്ദകൾ മാറി, പരിഹാസങ്ങൾ മാറി, ചോദ്യചിഹ്നങ്ങൾ മാറി, ഇതുവല്ലോ നിലനിൽക്കുമോ എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ മാറി, അടിമത്വങ്ങൾ മാറി, ഇടർച്ചകൾ മാറി, കൺഫ്യൂഷനുകൾ മാറി, താമസങ്ങൾ മാറി, തടസ്സങ്ങൾ മാറി, സിയോനിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ദൈവം പറയില്ലാതെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന, ആശ്ചര്യമായി ദൈവം വെളിപ്പെടുന്ന, ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന, ദൈവം വസിക്കുന്ന, ദൈവം കർത്തൃത്വം ചെയ്യുന്ന, ദൈവം രാജ്യത്വം എടുക്കുന്ന സിയോനിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുന്ന ആ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. Zion, the habitation of God. മറയില്ലാതെ, വെയിലുകളില്ലാതെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രവൃത്തികളും മഹത്വവും മഹിമയും അനുഭവിക്കുവാൻ കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ദൈവത്തിനെടുത്തു നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കുന്നു, അഡോനി ബെസേക്കിന്റെ പ്രവൃത്തികളെ ദൈവം കട്ട് ചെയ്ത്, അവന്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കി, അവന്റെ എല്ലാ വാഴ്ചകളെയും കർത്താവ് കട്ട് ചെയ്ത് ഒരു സ്പീഡ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ തടസ്സപ്പെട്ടു പോയെങ്കിൽ, I speak a divine acceleration and momentum and a speed, a lightning speed into your life. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും ഒന്ന് ചേർന്ന് ഉറക്കെ പറയണമേ, ദൈവം വലിയവ ചെയ്തിരിക്കുന്നു. ദൈവം വലിയവ ചെയ്തിരിക്കുന്നു. ദൈവം നമ്മെ നട്ടു, ദൈവം നമ്മെ ഉറപ്പിച്ചു, ദൈവം നമ്മെ വളർത്തുമാറാക്കി. ഇത് നമ്മളെ പെരുകുമാറാക്കുന്ന സീസണാണ്. 17-ാം വർഷത്തിൽ ലൈറ്റ്നിങ് സ്പീഡിൽ നാം വളരും, ലൈറ്റ്നിങ് സ്പീഡിൽ നാം പടരും. നമുക്കൊന്ന് വിശ്വസിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിന്മേൽ അടിമത്വം ബ്രേക്കാകും. ചേർന്ന് നമുക്കൊന്ന് പറയാം, ഞങ്ങളുടെ വായിൽ ചിരിയും, ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക അനുഭവവും ഒരു ദൈവിക സാക്ഷ്യവും ദൈവം വലിയവ ചെയ്തല്ലോ. അങ്ങനെ ഒരു പാട്ടില്ലേ, ദൈവം വലിയവ ചെയ്ത്. നമുക്കത് പാടാം. Celebrate, celebrate, celebrate the victory of the Lord. 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 He has done mighty things and again. He has done mighty things and again. He has done mighty things and again. Celebrate the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. Celebrate,
ദൈവം വലിയവ ചെയ്തല്ലോ, ദൈവം വലിയവ ചെയ്തല്ലോ, ദൈവം വലിയവ ചെയ്തല്ലോ. ഓ ദൈവം വലിയവ ചെയ്തല്ലോ, ദൈവം വലിയവ ചെയ്തല്ലോ, ദൈവം വലിയവ ചെയ്തല്ലോ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീ, ഘോഷിപ്പീ, ഘോഷിപ്പീ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീ, ഘോഷിപ്പീ, ഘോഷിപ്പീ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീ. ഓ ദൈവം വലിയവ ചെയ്തല്ലോ, ദൈവം വലിയവ ചെയ്തല്ലോ, യേശു വലിയവ ചെയ്തല്ലോ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീ, ഘോഷിപ്പീ, കർത്താവിൻ ജയത്തെ ഘോഷിപ്പീ. ഘോഷിപ്പീ, ഘോഷിപ്പീ, കർത്താവിൻ ജയത്തെ ഘോഷിപ്പീ. ഓ ഘോഷിപ്പീ, കർത്താവിൻ ജയത്തെ ഘോഷിപ്പീ, 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 കർത്താവിൻ ജയത്തെ ഘോഷിപ്പീ. ഈ പാട്ട് നാം പാടുമ്പോൾ 126 സങ്കീർത്തനത്തിന്റെ 2ാമത്തെ വാക്യം ഒന്നുകൂടെ ഞങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. സാം 126 ആദ്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. നാം വീണ്ടും ഒന്ന് ചിരിക്കുമ്പോൾ, ഒന്ന് വീണ്ടും ആർക്കുമ്പോൾ, യഹൂദയെ നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുമ്പോൾ നമ്മളൊരു ന്യായവിധി നടത്തുകയാണ്. We are learning how to take kingdom dominion. ഇതുപോലുള്ള പൈശാചിക പ്രഭുക്കന്മാരെ എങ്ങനെയാണ് കട്ട് ചെയ്യുവാൻ കഴിയുന്നത്, എങ്ങനെയാണ് അതിനെ പിടിച്ചു കെട്ടുവാൻ കഴിയുന്നത്, അവിടെ ആധിപത്യങ്ങളെ തകർക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വഴികളുണ്ട്. So we are learning. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചു. ഈ 17ാമത്തെ വർഷത്തിൽ God is going to take us lightning സ്പീഡിൽ ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. So people of God, we get ready. Get ready. Amen. We are ready. ആ പാട്ട് പാടിയിട്ട് ഹേൽ ഹേൽ ലയൺ ഓഫ് ജൂഡ, ഈ 2 പാട്ടുകൾ നമ്മൾ പാടാൻ പോവുകയാണ്. നമ്മൾ പാടുക മാത്രമല്ല, നാം ഒന്ന് നൃത്തം ചെയ്യാൻ പോവുകയാണ്. നാം നൃത്തം ചെയ്ത് നാം കാലുകൾ താഴെ ചവിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ന്യായവിധികളെ, അഡോനി ബസാക്, ഈ പൈശാചിക കനാനിയ, പെരിസ്യ, ജബൂസിയ, ഹിത്യ പൈശാചിക അടിമത്വങ്ങളുടെ മേൽ, രാജാക്കന്മാരുടെ മേൽ, പ്രഭുക്കന്മാരുടെ മേൽ നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തെ അന്ധകാര ശക്തികളോടും സേനകളോടുമാണ്. We are learning how to take dominion over the adversary. മിക്ക സമയത്തും ദൈവജനത്തിനും ദൈവസഭയ്ക്കും എന്താ ഇതൊന്നും അറിയില്ല. നമ്മളാ കരയും, എല്ലാത്തിനും കരച്ചിലാണ്, എല്ലാത്തിനും താടിക്ക് കൈ കൊടുത്ത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, 100 ചോദ്യങ്ങളാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. But we forget that we are in a battle. We forget that there is a kingdom of darkness which wants to cut us and delay our progress. 2026 നമ്മൾ ഒത്തിരി സ്കൂളുകളിലൂടെ പോയി പരിശീലനം പ്രാപിച്ച് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, ഒത്തിരി പാഠങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മുടെ റജിബദർ ആദ്യത്തെ കോൺക്രീറ്റിംഗിൽ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം കണ്ടുപിടിച്ചത് തീർത്ത് റെഡിയാക്കി. 2ാമത്തെ കോൺക്രീറ്റിംഗിൽ ഭയങ്കര തയ്യാറെടുപ്പോടെ, കാൽക്കുലേഷനോടെ അവൻ ആ കരം ഒന്ന് ഉയർത്തി. യഹൂദ പുറപ്പെടട്ടെ. നിങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു തലവേദന വരുമ്പോൾ, ഒരു ശരീരവേദന വരുമ്പോൾ, രോഗത്തിനൊരു അവസ്ഥ വരുമ്പോൾ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, കുടുംബത്തിലൊരു വിഷയം വരുമ്പോൾ, മക്കളുടെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ നിരാശപ്പെടുകയല്ല, അവിടെ ഇവിടെ ഓടുകയല്ല, വിഷമിക്കുകയല്ല. യഹൂദയെ നിങ്ങളൊന്ന് പുറപ്പെടുവിക്കുവാൻ തയ്യാറാണ്. അതെ, ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിക്കണം, ചേഞ്ച് ചെയ്യേണ്ടതെല്ലാം ചേഞ്ച് ചെയ്യണം. പക്ഷെ അതെല്ലാം ചെയ്തിട്ടും നിങ്ങൾ മാറ്റം കാണുന്നില്ല എങ്കിൽ, let Judah go and fight for you. Let your praise go and fight. Let the praise release and open the heavenly work of God. Hallelujah. അതുകൊണ്ട് അല്പസമയം നാം ദൈവത്തെ വീണ്ടും നാം ആരാധിക്കുമ്പോൾ we are learning to take kingdom dominion. 2ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. യെസ്. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, അന്ന് ഞങ്ങളുടെ വായിൽ, ഒന്ന് പറയാം എല്ലാവരും വായും തൊട്ട്, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. നാവിൽ ആർപ്പ്, നാവിൽ ആർപ്പ് നിറഞ്ഞിരുന്നു, നാവിൽ ആർപ്പ് നിറഞ്ഞിരുന്നു, നാവിൽ. ഹല്ലേലൂയ. ഈ വചനങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്കൊന്ന് 2026 17ാമത്തെ വർഷം, ഹല്ലേലൂയ, ദൈവം വലിയ ചെയ്തിരിക്കുന്നു, ദൈവം വലിയ ചെയ്തിരിക്കുന്നു. God has done great things. അതുകൊണ്ട് ദൈവരാജ്യത്തിലെ വാഴ്ച,
ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിച്ച് ഈ സമയം നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ നൃത്തം ചെയ്യണം. Hallelujah. There's a major shift coming. There's a major paradigm shift. നമ്മുടെ ആരാധന രീതികളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാത്തിലും സ്വന്തം ഹല്ലേലൂയ വലിയ ഷിഫ്റ്റുകൾ വരും. യെസ് യെസ് യെസ്. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമേ. യേശുവേ 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 സന്തോഷം തന്നോനെ ആനന്ദം തന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. സന്തോഷം തന്നോനെ ആനന്ദം തന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. യേശുവേ യേശുവേ ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിന്റെ സിംഹം നമ്മളിൽ നിന്ന് ഗർജിക്കുവാൻ. യെസ് ഹല്ലേലൂയ. യെസ് ലോർഡ്. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Roar. Hallelujah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Be raised up, O mountain, be made low. Oh, valley, be
raised up, O mountain, be made low, O valley, be raised up, O mountain, be made low, O valley, be raised up, O mountain, be made low, O valley, be raised up, O mountain, be made low. Jesus, ആകരം അടിച്ചു നമുക്കൊന്ന് ആർപ്പിടാം അല്പസമയം. Let us roll, 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 roll. നാം ദൈവരാജ്യത്തിന്റെ വാഴ്ച വിഷമിച്ച് കരഞ്ഞുകൊണ്ടല്ല, ആർപ്പിട്ട് ഗർജിക്കുന്നതിലൂടെയാണ്. We take kingdom dominion not by pity party crying, but by roaring. അല്പസമയം നമുക്കൊന്ന് ആർപ്പിടാം. നമ്മുടെ ശബ്ദങ്ങളൊന്ന് ഉയർത്തി roar, roar. Hey, Praise God. ആകാരം അടിച്ച് നമുക്ക് നന്ദി പറയാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് ദൈവരാജ്യത്തിന്റെ വാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയുന്നത്, അത് നമ്മളിൽ ആരംഭിച്ച് ദേശങ്ങളിലും ഒക്കെ അത് വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. May you be blessed. അടിമത്തം മാറിയവരായി ആകാരം ഉയർത്തി വീണ്ടും നമുക്കത് പറയാം. ദൈവം വലിയവ ചെയ്തിരിക്കുന്നു, ദൈവം വലിയവ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്റെ വായിൽ ചിരിയും എന്ന് പറയാം. എന്റെ വായിൽ ചിരിയും, എന്റെ നാവിൽ ആർപ്പും നിറഞ്ഞിരിക്കുന്നു. ദൈവം വലിയവ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. He has done great things. പിതാവിന്റെ സ്നേഹപുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. God bless you. God bless you. God bless you.